ഹലോ ഗായ്സ്, ഞാൻ അലൻ MTPL. ഇവിടെ വന്നില്ലേ, ഇവിടെ ഞാൻ കാണിക്കുന്നുണ്ടല്ലോ നമ്മുടെ വിജയണ്ണൻ. അപ്പൊ ഞാൻ വിജയണ്ണനെ പറ്റി ഒരു 2 വീഡിയോസ് ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. നമുക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ ഈ ഒരു വിജയുടെ വൈഫ് സംഗീത ഈ ഒരു ഡിവോഴ്സിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. അത് കുറച്ചും കൂടെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും വേറൊരു പ്രോബ്ലം കൂടെ വന്നു. അതായത് വിജയുടെ വീട്ടിലേക്ക് കയറാൻ പറ്റുന്നില്ല, വിജയ് തടയുന്നു എന്നൊക്കെ പറയുന്നിട്ട് ഒരു വാർത്ത വന്നിരുന്നു. ഐ മീൻ, ഈ സംഗീത ഉന്നയിച്ച ഒരു ആരോപണം വന്നിരുന്നു. അതിന്റെ ഒന്നും സത്യാവസ്ഥയോ അതിന്റെ പുറകെ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. പക്ഷെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ ഒരു അവസ്ഥ വെച്ചിട്ട് ഇനിയുള്ള ഈ വരുന്ന ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ, ഇത് ഞാൻ എപ്പോഴും കുറെ വീഡിയോസിൽ ഞാൻ പറഞ്ഞു, വാതിൽ പടിയിലായി, ഇതിപ്പോ ഇങ്ങ് വരും. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ അണ്ണന് തമിഴ്നാട്ടിലെ വിജയസാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ള ഒരു സംഭവമാണ് ഞാൻ നോക്കുന്നത്. ഇത് ജസ്റ്റ് ഞാൻ നോക്കി, ഐ മീൻ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യങ്ങൾ മാത്രം കേട്ടോ. അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇത് തന്നെയാണ് സത്യം എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ജസ്റ്റ് എനിക്ക് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊരു ഇലക്ഷനും എന്താണെങ്കിലും ജനപ്രീതി അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിലേക്ക് വരുന്ന ഒരു ലീഡർ എന്ന് പറയുമ്പോഴത്തേനും അയാൾക്ക് ജനപ്രീതി എന്ന് പറഞ്ഞാൽ വളരെ അത്യാവശ്യമാണ്. ജനങ്ങളുടെ മനസ്സിൽ ഒരു ഇടം വേണം. വിജയെ സംബന്ധിച്ച് ജനങ്ങളുടെ മനസ്സിൽ ഓൾറെഡി വിജയമുണ്ട്. അതിനിപ്പോൾ എത്ര കാലം കഴിഞ്ഞാലും വിജയ് എന്ന് പറയുന്ന ഒരു എന്റർടൈനർ ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടാവും. പക്ഷെ വിജയ് എന്ന് പറഞ്ഞൊരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ച് ഇങ്ങനൊരു സംഭവങ്ങളൊക്കെ ഒരുപാടൊക്കെ ഉണ്ടാകുമ്പോൾ, ഇതിപ്പോൾ ഇത്രയും സംഭവങ്ങൾ ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയത്ത് തന്നെ അണ്ണൻ ഇതേ നമ്മുടെ തൃശ്ശയുമായിട്ട് പുതിയൊരു ഫംഗ്ഷൻ വന്നിരിക്കുകയാണ്. ഒരു വണ്ടിയിലാണ് ഇവർ വന്നിറങ്ങുന്നത്. ഇവർ ഒരുമിച്ച് വന്നിരിക്കുകയാണ്. ഓക്കെ, ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ അതൊക്കെ പ്രൈവറ്റ് മാറ്റേഴ്സ്. പക്ഷെ അതൊരു പബ്ലിക് മാറ്റേഴ്സ് ആവുകയാണല്ലോ. അല്ലെങ്കിൽ ഇത് ഓപ്പൺ ആയിട്ട് വരുമല്ലേ. ഇത്രയും അധികം ഒരു ഡിവോഴ്സിന്റെയും കാര്യങ്ങളും ഒക്കെ വക്കി നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് ദൃശ്യമായിട്ട് വരുമ്പോൾ അണ്ണൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്ന സംഭവം എന്തായിരിക്കും ഈ സമൂഹത്തിനോട്? അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ ആരോപണമായിട്ട് ഇനി വരില്ലേ? ഇനിയിപ്പോൾ ഇത് ഒത്തിരി ഇലക്ഷൻ്റെ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇലക്ഷന് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ മാത്രമല്ല ഒരു ഇലക്ഷൻ്റെ ഒരു ലീഡറിനെ സംബന്ധിച്ച് ഈസിയാണ് കുറച്ചും കൂടെ കാര്യങ്ങൾ. പക്ഷെ പ്രവർത്തകരെ സംബന്ധിച്ച് അവർ കുറച്ചും കൂടെ ജനങ്ങളിലേക്ക് ഇറങ്ങി പോവുകയും അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിലോട്ട് ചെന്ന് വോട്ട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ പ്രവർത്തകരാണ്. ലീഡർ കുറച്ചും കൂടെ അത് കുറവായിരിക്കും. ലീഡറിന് പോകത്തില്ലെന്നല്ല, പക്ഷെ ലീഡർ കുറച്ചും കൂടെ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് കുറവായിരിക്കും. പക്ഷെ ഈ പ്രവർത്തകരെ സംബന്ധിച്ച് ഇനി സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അണ്ണൻ ഇനി ഇങ്ങനെ പോയില്ലേ, അങ്ങനെ പോയില്ലേ, അല്ലെങ്കിൽ ദൃശ്യമായിട്ടുള്ള ആരോപണങ്ങൾ വരുന്നില്ലേ, അങ്ങനെയൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇത് ഈ അണികള് ഇതിനു വേണ്ടിയിട്ട് നിന്ന് വാദിക്കേണ്ടി വരും. അങ്ങ് നിന്ന് പറയേണ്ടി വരും. അത് ലീഡറിനെ സംബന്ധിച്ച് അത് ഒത്തിരി ബാധിക്കുന്ന ഒരു കാര്യമല്ല. വിജയുടെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ, ഇത്രയും അധികം ഇങ്ങനെ കത്തിക്കയറി നിൽക്കുന്ന സമയത്ത് ദൃശ്യമായിട്ട് ഒരുമിച്ച് ഫംഗ്ഷന് പങ്കെടുക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേനും അതൊക്കെ സത്യത്തിൽ ഒരു രാഷ്ട്രീയപരമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പം അത് രാഷ്ട്രീയത്തെ ഒരു തിരിച്ചടി ഉണ്ടാക്കും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കേരളത്തിൽ തന്നെ ഒരുപാട് പേരുടെ രാഷ്ട്രീയ ഭാവി ഇല്ലാണ്ടാക്കിയത് ഇതുപോലുള്ള കുറച്ച് സ്ത്രീ വിഷയങ്ങളാണ്. അപ്പോൾ തമിഴ്നാട്ടിലെ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോഴത്തേനും തമിഴ്നാട് രാഷ്ട്രീയം എന്ന് പറഞ്ഞ പവറാണ്. അതുകൊണ്ടാണ് എപ്പോഴും അവിടുത്തെ ആളുകൾ, ഐ മീൻ അവിടുത്തെ സിനിമയിലുള്ള ആളുകളൊക്കെ ആണെങ്കിലും കുറച്ചും കൂടെ അവർക്ക് കുറച്ചും കൂടെ പവർ വേണമെന്ന് അവർ പറയുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാഷ്ട്രീയത്തിനേക്കാൾ ഐ മീൻ രാഷ്ട്രീയം എന്ന് പറയുന്നത് തന്നെ അവിടെ ഒരു പവർ ഫാക്ടറാണ്. മൂവി എന്ന് പറഞ്ഞാൽ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരു ആക്ടർ ആയാൽ തന്നെ അവിടെ ഒരു പവർ ഫാക്ടറാണ്. ഇപ്പോൾ രജനീകാന്തിന്റെ ഒക്കെ പവർ നമുക്കറിയാവുന്ന കാര്യമല്ലേ. പക്ഷെ അവിടെ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഒരു രാഷ്ട്രീയക്കാരനായ ഒരു മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പവർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പവർ എന്നൊക്കെ വേറെ തന്നെയാണ്. ഇപ്പൊ TVKയുടെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ വിജയുടെ പാർട്ടിയുടെ TVKയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഈ വരുന്ന ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ നിർണായകമാണ്. പക്ഷെ ഈ ഒരു സമയത്ത് ഇങ്ങനെയുള്ള എന്താ പറയാ ദൃശ്യമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ ഇതുപോലെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ തിരിച്ചടിയാവും. പക്ഷെ എനിക്ക് തോന്നുന്നൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേനും, ഇപ്പോൾ വരുന്ന ഒരു ഇലക്ഷനെ സംബന്ധിച്ച് കുറച്ചും കൂടെ വിജയ്ക്ക് കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിരിക്കും. അത്ര ഈസി അല്ല. ഞാൻ ആദ്യം വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ സമയത്ത് ഞാൻ ഓർത്തോണ്ടിരുന്നു കുറച്ചും കൂടി ഈസി ആയിരിക്കും കാര്യങ്ങളെന്നാണ്. കാര്യം നമുക്ക് എല്ലാവർക്കും ഇപ്പൊ സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞൊരു കാര്യമുണ്ട്, ലോക്കലായിട്ടുള്ള ഇലക്ഷൻസിലൊക്കെ വിജയ് ആളുകളെ വെച്ച് നിർത്തി അവരെ വിജയിപ്പിച്ചതിന് ശേഷമാണ് ഇതുപോലൊരു ഉദ്യമത്തിൽ അതിന് ഓപ്പൺ ആയിട്ട് പബ്ലിക്കായിട്ട് സിനിമയെല്ലാം നിർത്തി രാഷ്ട്രീയത്തിലേക്ക് പോകും എന്ന് പറയുന്ന സംഭവം വിജയ് എടുക്കുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ, ആദ്യമൊക്കെ ഞാൻ ഓർത്തുകൊണ്ടിരുന്നത് ഓക്കെ, റെഡിയായി, നമുക്ക് നേരെ ചെല്ലുക. ഓൾറെഡി ഇത് പ്രചാരണത്തിന് ആവശ്യമില്ലല്ലോ. രാഷ്ട്രീയ പ്രവർത്തനത്തെ സംബന്ധിച്ച് പ്രചരിപ്പിച്ചു അയ്യോ ഞാനിങ്ങനെ ഒരു ഇലക്ഷൻ നിൽക്കുന്നുണ്ട് എന്ന് പറയേണ്ട ആവശ്യമില്ല. കാര്യം അവരെന്ത് ചെയ്താലും അത് പബ്ലിക്കിലേക്ക് ഓട്ടോമാറ്റിക്കലി സ്പ്രെഡ് ആവും. അതുകൊണ്ടാണല്ലോ ഇവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം തന്നെ ദൃശ്യമായിട്ട് വന്ന ഒരു ആരോപണം തന്നെ ഇത്രയും അധികം കത്തിക്കറാനുള്ള കാരണം എന്ന് പറയുമ്പോഴത്തേനും ഇവരെ ഓൾറെഡി രാജ്യം മുഴുവൻ അറിയാവുന്ന ആൾക്കാരാണ്. അപ്പം ഇവർക്ക് പ്രചരിപ്പിച്ച്, അല്ലെങ്കിൽ ഞാനിങ്ങനെ ഇലക്ഷൻ നിൽക്കുന്നുണ്ടേ വോട്ട് ചെയ്യണേ എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ
പ്രചരണം എന്ന് പറയുന്നത് രാഷ്ട്രീയപരമായ പ്രചരണത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ലീഡർ അല്ല പോകുന്നത്, അണികളാണ് കുറച്ചും കൂടെ ജനങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുന്നത്. അപ്പൊ അണികൾ ഇനി എന്താണ് അവർ പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ ലീഡർഷിപ്പിലാണ് കാര്യം. അപ്പൊ ഈ വരാൻ പോകുന്ന തമിഴ്നാട് ഇലക്ഷന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ലീഡർഷിപ്പിനേക്കാളും ലീഡർ, അതായത് വിജയ് എന്ന് പറയുന്ന ലീഡർ എന്താണ് ഈ പ്രവർത്തകർക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇലക്ഷന്റെ ആ ഒരു ടാറ്റിക്സ് ഒക്കെ ഉണ്ടല്ലോ, അതെങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു, അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതിൽ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും തമിഴ്നാട്ടിൽ വിജയുടെ വരുന്ന വിജയങ്ങൾ. ഇനിയിപ്പം മുഖ്യമന്ത്രിയാവോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ എന്ത് പറഞ്ഞു കൊടുക്കുന്നു, അണികളിലേക്ക് എന്ത് എത്തിക്കുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും വിജയുടെ രാഷ്ട്രീയ ഭാവി എന്ന് പറയുന്നത്.